അയ്യപ്പെട്ട ബക്രീദുമായി ബന്ധപ്പെട്ട അവധി, അതുമായി ബന്ധപ്പെട്ട ആ ഒരു വിവാദം കത്തിപ്പടരുകയാണ്. അതെ, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അവധി പ്രഖ്യാപിക്കുന്നു, പിന്നീട് അവധി പിൻവലിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത്? അല്ല, നാളിതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു അവധി ബക്രീദ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു 2 ദിവസത്തെ അവധിയൊക്കെ അവർ കൊടുക്കും. കാര്യം പിന്നെ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന 6-ാം തീയതിയും 7-ാം തീയതി. ഇപ്പൊ റംസാൻ ആണെങ്കിലും പിറ കാണുന്നതും പിറ ഇവിടെ കാണുന്നതും പിറ അവിടെ കാണുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയുള്ള മറ്റുള്ള ജനവിഭാഗത്തിന് ഇല്ലാത്തതിനേക്കാളും വളരെ ഒരു ആഭിമുഖ്യം ഇവർക്കൊക്കെ നൽകാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ അവധി മാറി വന്നതിലെ വ്യാഖ്യാനങ്ങളും അതിന്മേലുള്ള ചർച്ചകളും, അതായത് ഒരു വിഷയമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ഉൾട്ട പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ BJP-യുടെ ഇതിൽ. ഇപ്പോൾ അതായത് നമ്മുടെ PC ജോർജിന്റെ മകനാണ് ഇപ്പോൾ ആ ഒരു ചർച്ചയും കൊണ്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്, ഷോൺ ജോർജ്. അതെ, ഇപ്പോൾ കേൾക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ നമ്മൾ അറിയുന്നതാണ് ഇന്ന് അവധിയുണ്ട് സ്കൂളുകൾക്ക്, നാളെയും സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. എന്തായാലും ഇന്നലെ വൈകുന്നേരം അവധി മാറ്റിയിരിക്കുന്നു. ഇന്നത്തെ അവധിയില്ല, 7-ാം തീയതി അവധിയുള്ളൂ. അതായത് 6-ാം തീയതിയിലെ അവധി മാറ്റുന്നു. വെള്ളിയാഴ്ചത്തെ അവധി, ഇന്നത്തെ അവധി മാറ്റി വയ്ക്കുന്നു. അപ്പൊ അതിന് വരുന്ന വ്യാഖ്യാനങ്ങൾ പലതാണ്. കാര്യം BJP പറയുന്നത് UDF-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, അതായത് UDF പറഞ്ഞുണ്ടാക്കി നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മനഃപൂർവ്വം ഇങ്ങനൊരു അവധി കൊടുത്താണ്. എന്നാ പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അതിനെങ്ങ് മാറ്റി. ഇപ്പൊ കാണാം PM സലാമത വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ പഴയതുപോലെ നമ്മളിവിടെ ഒന്നും ഒരു സ്നേഹമില്ല, ന്യൂനപക്ഷത്തോടൊരു സ്നേഹമില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും മറ്റേ RSSന്റെ വക്താവായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അവര് വന്നിരിക്കുന്നു. അപ്പൊ അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നത് വളരെ സത്യമാണ്. കാരണം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ അവധി പിൻവലിച്ചത് ശരിയായില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു അവധി ഓൾറെഡി കൊടുത്തല്ലോ, സാധാരണ അത് കൊടുക്കാറുമുണ്ട്. ആരെ തോൽപ്പിക്കാനാണ്, ഇത് ആരെ കാണിക്കാനാണ്? അങ്ങനെ ഒരു അവധി കൊടുത്തെങ്കിൽ ആ അവധി അങ്ങ് കൊടുക്കണം സാർ. ആ അവധിയിൽ അവർ ഇപ്പൊ ചിലരൊക്കെ വീടുകളിൽ പോകാൻ എന്തെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടാകും. രാവിലെ അവധി കേട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ എത്രയോ പേര്, എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട് എറണാകുളത്ത് പല ഓഫീസുകളിൽ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ. അപ്പോൾ അവർക്ക് തന്നെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാകും, വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും, ചില ബന്ധുഗൃഹങ്ങളിൽ പോകാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടാകും. ദെൻ എല്ലാം പൊളിഞ്ഞു. ഇനി 7-ാം തീയതിയേ അവധിയുള്ളൂ, ഇന്നും കൂടെ ജോലി ചെയ്യണം. ഇന്ന് കരഞ്ഞ് ജോലി ചെയ്തിട്ട് വൈകുന്നേരം ഇനി ഏതെങ്കിലും ട്രെയിൻ പിടിച്ചെങ്കിൽ വീട്ടിൽ പോകും, ശരി ആവട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ ചിലതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ പിന്നെയും വായിക്കേണ്ടി വരും. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു? നാളിതുവരെ ഇല്ലാത്ത പരിപാടിയാണ്. നമ്മൾ രാവിലെ നമ്മൾ സംസാരിച്ച ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ആർലേക്കർ ഭാരതാംബയുടെ ചിത്രം അവിടെ വെച്ചപ്പോൾ മന്ത്രിസഭയിലെ ആൾക്കാർ പറയുന്നത് ഒരു പക്ഷം, CPI പറയുന്ന ഒരു പക്ഷം, മുഖ്യമന്ത്രിയുടെ മറ്റൊരു പക്ഷം, ഈ പക്ഷമായി. അതെ, ഇതിപ്പോ വരുന്നത് ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുമോ? നിലമ്പൂർ ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം UDF പറയുമ്പോൾ അതിനെ മാറ്റിയിട്ട് അതൊന്നും അല്ല, ഇതാ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന് പറയും. അല്ല, അത് നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നതിനും വലിയ കാര്യമുണ്ടോ? കാരണം നിലമ്പൂർ ഇലക്ഷനാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ സാധാരണയായിട്ട് അവധി കൂടുതൽ കൊടുക്കുകയല്ലേ വേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഒരു അവധി വരുമ്പോൾ അവിടെ എത്രയെങ്കിലും 1 ലക്ഷത്തിലധികം ആൾക്കാർ മുസ്ലിം ആൾക്കാരുണ്ട്, എവിടെ നിലമ്പൂരുണ്ട്, മുസ്ലിം വിഭാഗമാണ് ആൾക്കാരുണ്ട്. അപ്പൊ അത് അവരെ പ്രീണിപ്പിക്കാനാണ് എന്നാണ് ഒരു വാദമാണ് UDF നടത്തിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതാണ്, UDF പറയുന്നത് അങ്ങനെ ഒരു വാദമാണെങ്കിൽ, പ്രീണിപ്പിക്കാനാണെങ്കിൽ സത്യത്തിൽ ഒരവധി കൂടുതലല്ലേ കൊടുക്കണ്ടേ? അല്ല, അങ്ങനെ ഒരു പ്രീണനമൊന്നും ഒരു മനസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. സാധാരണ ഞാൻ പറഞ്ഞില്ല പറയുന്നത്, ഇതിനകത്ത് ഈ സർക്കാരിന്റെ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിൽ ഒരു ചക്രം ഇങ്ങനെ ഉരുണ്ടു പോകുന്നത് പോലെ ഇങ്ങനെ ഈ ദിവസം അവധി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ദിവസം പൊതുഭരണ വകുപ്പിൽ ഈ സാധനം പോകും. ഇത് സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിലാണ് പോകുന്നത്. പൊതുഭരണ വകുപ്പിൽ ഇങ്ങനെ ഒരു അവധി ഉണ്ടല്ലോ, അതെന്തിനാണ് സാർ? കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു സാർ. ശരി, പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ഒരു ഓർഡർ ഇടും, നാളെ അവധി, മറ്റന്നാൾ അവധി, എവിടെ പോകണം? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകണോ, അല്ലെങ്കിൽ കളക്ടറാണ് അവധി പ്രഖ്യാപിക്കണം, കൊടുക്കും. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്, അതായത് ഇതിൽ വേറൊന്നുമില്ല. പിന്നെ ഇത് റദ്ദാക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടണമെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് മറ്റൊന്നുമില്ല, ഇവരിങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതിനെ റദ്ദാക്കിയതിൻ്റെ പിന്നിൽ എന്ത് കണ്ണാണ് അദ്ദേഹം വെക്കുന്നതെന്നല്ല. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പിന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം അദ്ദേഹത്തിന് പോയി തുടങ്ങിയിട്ടുണ്ട്. മരുമകൻ മകളെ കെട്ടിയതിന് ശേഷം ആ സമയത്ത് ഒരു ഭയങ്കര സ്നേഹം വന്തുട്ടാണ്, നമ്മൾ ഈ നാടൻ ഭാഷയിൽ വന്തുട്ടായി, അത് വന്തുട്ടിട്ട് പിന്നെ അത് പോയില്ല. ആ സ്നേഹം പോകാതിരുന്നിട്ട് അദ്ദേഹം തന്നെ ഒരുപാട് ഏണികൾ എത്തിപ്പിടിച്ച് അദ്ദേഹം ഏണികൾ വാങ്ങിച്ചു. പിന്നെ ആ ഏണികളുടെ വലിച്ചതിന്റെ ഫലമായിട്ടാണ് ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും പല ഏണികൾ വാങ്ങി, വോട്ടെല്ലാം പോയി, കുത്തനെ ഇടിഞ്ഞ്.
SNDP എല്ലാം കളഞ്ഞിട്ട് പോയി. SNDP വോട്ടെല്ലാം പോയി. നമ്മളറിയുന്ന BJP-ക്കാർ എത്രയോ ആൾക്കാർ, നമ്മളറിയുന്ന സുഹൃത്തുക്കളൊക്കെ, നമ്മളെ SNDP സമുദായത്തിലെ സുഹൃത്തുക്കളൊക്കെ തന്നെ വോട്ട് മറിഞ്ഞു പോയി. അവര് നമ്മളെ ഒന്നടങ്കം പോയി. അപ്പൊ കാൽക്കീഴിലെ മണ്ണ് പോയി എന്ന് കണ്ടപ്പോൾ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ കപട സ്നേഹം അടുത്ത ഒരു 10 മാസം കൂടെ നിലനിർത്തിക്കൊണ്ട് പോകണം. അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന നമ്പറുകളെല്ലാം. അതായത് ചേട്ടൻ പറഞ്ഞു വരുന്നത് അനുസരിച്ചാണെങ്കിൽ ഹിന്ദു സമുദായത്തെ പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ഈ അവധി പിൻവലിച്ചത് എന്നുള്ളത്. തീർച്ചയായിട്ടും സത്യത്തിൽ ഒരു വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെയാണ് കാര്യം. ഞാനും പ്രജിതയൊക്കെ സംസാരിക്കുന്ന സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായമോ ഹിന്ദു സമുദായമോ ഇങ്ങനെ ഒരു ചിന്ത പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ അതിലേക്ക് ഇല്ല പ്രജിത, അങ്ങനെയൊന്നുമില്ല. ഇന്ന് അതാ ഞാൻ പറഞ്ഞു വന്ന പ്രജിതയ്ക്കോ അയ്യപ്പദാസ് എന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ വേറൊരു രാജീവിനോ സുകുമാരനോ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ എല്ലാ മതസ്ഥരെയും എല്ലാ ജാതിയെയും മതത്തെയും അവരുടെ ആരാധനയും നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ വേറൊരു കൂട്ടം സമൂഹം എന്തിനു ഇവനൊക്കെ ഈ 2 ദിവസത്തെ അവധി കൊടുക്കണം, ഇവനെ കൊണ്ട് എന്തിനു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എത്രയോ പേര് അങ്ങനെ ആയി കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിലെ മനസ്സ്, നമ്മുടെ സമൂഹത്തിന്റെ മനസ്സ് അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇല്ലെന്ന് ഞാൻ അടിച്ചു പറയുന്നതല്ല, ഇതങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നരേന്ദ്രമോദിയോടുള്ള ഒരു ആരാധന, അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ, അദ്ദേഹം പ്രാഗൽഭ്യമേറിയ ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആരാധനയുണ്ട്. അത് നമ്മൾ ആരാധന എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ആരാധനയാണ്. അല്ലാതെ അദ്ദേഹം RSSകാരനെന്ന ആരാധന, അദ്ദേഹം ഹിന്ദു ആണെന്ന ആരാധന, അങ്ങനെ ആരാധനകൾ പല വിധത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ ഇപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. എന്തിന് ഇവന്മാർക്ക് 2 അവധി? നമുക്കിവിടെ ഒരു ദിവസത്തെ അവധി കിട്ടൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ? പ്രജി അത് ചോദിക്കുന്നുണ്ട് പ്രജിത. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ വളരെ വിരളം പേര് ചോദിക്കുന്നുണ്ടാകും. വിരളമൊന്നുമല്ല, 10-ൽ 6 പേരും ഇപ്പൊ അങ്ങനെയാണ്. അത്ര കണ്ട് വർഗീയത മനസ്സിൽ വിഷമായി കഴിഞ്ഞു കുറേ അധികം ആൾക്കാരുടെ. ആ വർഗീയ വിഷത്തിന്റെ ഒരു അംശം തന്നെയാണത്. കാര്യം അടുത്ത ഒരു 10 മാസം കൂടെ അദ്ദേഹത്തിന് ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് പോകണം. ഇത് ഞാൻ പറയുന്നത് വെറുതെ അല്ല. നമ്മൾ വെറുതെ വന്നിരുന്ന് ലൈറ്റിന്റെ വെട്ടത്തിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരല്ല. നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഈ സമൂഹത്തിന്റെ പല മാറ്റങ്ങളും ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇതേ രീതിയിൽ തന്നെ അപ്പുറ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഉണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടാകാം. പക്ഷെ അതെല്ലാം കൂട്ടത്തിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും അങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഭൂരിഭാഗത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ഭൂരിഭാഗത്തിന് വേണ്ടിയായിരിക്കണം. ഇത് ഭൂരിഭാഗമല്ലല്ലോ, മൈനർ ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവധി വെക്കുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു എന്ന് പറയുന്നത് അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമല്ല. പ്രീത, മൈനർ എന്നൊക്കെ കടലാസിലും സംസാരത്തിലും മാത്രമേ ഉള്ളൂ. അവർക്കിന്ന് വളരെ സ്ട്രോങ് ആണ്. അവർക്കിന്ന് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം ഈ പറയുന്ന മലപ്പുറത്ത് ഈ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 1.5 ലക്ഷത്തിലധികം വോട്ട് അവർക്കുണ്ട്. 1.5 ലക്ഷത്തിലധികം വോട്ടുണ്ട്. ഞാൻ ജാതിയും മതവും ഒന്നും കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആളൊന്നുമല്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലും എൻ്റെതായ സ്റ്റേറ്റ്മെന്റ് അല്ല. എനിക്കത് തീരെയില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എനിക്കൊന്നുമില്ല. എനിക്ക് അങ്ങനെ യാതൊരു ചിന്തയില്ല. പക്ഷേ ഇത് വോട്ട് രാഷ്ട്രീയം കണക്കാക്കിയുള്ള കളിയാണ്. ഇത് പ്രതിപക്ഷം പറഞ്ഞായിട്ട് ഇവർ ചെയ്യുമ്പോൾ അതിനകത്തൊരു അന്തർലീനമായ ഒരു കളി കൂടെ ഉണ്ട്. എം സ്വരാജ് ജയിക്കും എന്ന് ഹിന്ദു സമുദായ സംഘടനാ നേതാക്കൾ പറയുമ്പോൾ നമ്മളത് പറഞ്ഞതല്ലേ? പ്രജിത, ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ CPM-ഉം RSSും തമ്മിലൊരു ബാന്ധവമാണ്. നല്ല ഏറ്റ ബാന്ധവമാണ്. ആ ബാന്ധവം എന്തോ പറയുമ്പോൾ കുറച്ച് നാൾ വരെ ആ പ്രണയം കാണും. ആ പ്രണയം കുറച്ച് കഴിയുമ്പോൾ പുളിക്കുമ്പോൾ ആ പ്രണയം വന്ന വഴിക്ക് അങ്ങ് പോകും. ഈ പ്രണയമാണ് ഇപ്പോൾ CPM-ഉം RSSും തമ്മിലൊരു പ്രണയത്തിന്റെ ഘട്ടത്തിലാണ്. പ്രണയത്തിന്റെ തുടക്കത്തിൽ ഒരു ഭയങ്കര ഇഷ്ടപ്പെടലൊക്കെ ആയിരിക്കുമല്ലോ. ആ ഇഷ്ടപ്പെടൽ ഇങ്ങനെ പോയി കുറേ നാൾ കഴിയുമ്പോൾ പുളിക്കുമ്പോൾ പതുക്കെ RSSന്റെ വഴിക്ക് പോകും, CPM-ന്റെ വഴിക്ക് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതങ്ങനെയാണ്. ഇത് ഇപ്പം അടുത്ത 10 മാസവും കൂടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ഒരു പ്രണയം നിർത്തിക്കൊണ്ടു പോകണം. ഈ പ്രണയം നിർത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഉദ്ദേശം അല്ലയോ ഭൂരിപക്ഷമേ ഞങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെയാണ്, അല്ലയോ SNDP-ക്കാരെ, SNDP തന്നെ, അല്ലാതെ വേറെ ആരെയും അല്ല. കാര്യം NSS ഒക്കെ SNDP തന്നെ, കാശുള്ള SNDP. ഇപ്പം അടൂർ പ്രകാശ് കോൺഗ്രസ്സുകാരനാണ്, UDF-ന്റെ കൺവീനറാണ്. അദ്ദേഹത്തിനെ പോലെയൊക്കെയുള്ള എത്ര SNDP-ക്കാർ സമുദായത്തിലുള്ള കാശുള്ള SNDP-ക്കാരെല്ലാം കോൺഗ്രസ്സുകാരാണ്. കാശുള്ള SNDP-ക്കാരെല്ലാം BJP-യിലാണ്. VV രാജേഷ്, തിരുവനന്തപുരത്തെ നേതാവ്, അദ്ദേഹം ഒരു വലിയ SNDP കുടുംബത്തിലെ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. അദ്ദേഹം മാത്രമേ ഉള്ളൂ BJP. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതൊരു അടവ് നയമാണ്. CPM-ന്റെ ഒരു അടവ് നയമാണ്. കാര്യം മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂരൊക്കെ എത്രയോ കുടുംബങ്ങളില്ലേ, മുസ്ലിം കുടുംബങ്ങളില്ലേ. നമുക്കവരൊക്കെ സഹോദരങ്ങൾ തന്നെയാണ്. നമുക്ക് ഏറ്റവും അടുത്ത് നമ്മളെ തോള് ചേർന്ന് നിൽക്കുന്ന സഹോദരൻ. കാര്യം നമ്മളൊക്കെ മീഡിയ പണിയെടുക്കുന്നവരാണ്. നമുക്ക് മീഡിയ പണിയെടുക്കുന്ന അല്ലെങ്കിലും അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. കാര്യം നമ്മളെല്ലാം അവരുടെ ഇടയിൽ കൂടി ചേർന്നല്ലേ ഒരു സമൂഹം എന്ന് പറയുന്നത്. കൊടുത്തെങ്കിൽ കൊടുത്തതായിക്കോട്ടെ, കൊടുത്തത് എന്തിനാ പിന്നെ പിൻവലിക്കാൻ പോയത്? അത് തെറ്റ് തന്നെയാണ്.
അത് തെറ്റുന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് തെറ്റാണ്. അവധി കൊടുത്തെങ്കിൽ അവധി കൊടുത്തേനെ. ഈ പറയുന്നതിൻ്റെ പേരിൽ ഏത് ചീത്ത വേണോ കേൾക്കാൻ ഞാൻ തയ്യാറാണ്.